വിഷയം എന്ന് പറഞ്ഞാല് 30-ാം തീയതി വൈകിട്ട് നടന്ന സംഭവമാണിത്. ലൈജു എന്ന് പറഞ്ഞൊരു സ്റ്റാഫ് അവിടെ കുക്കിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അദ്ദേഹം ഇച്ചിരി മദ്യപിക്കുന്ന ആളാണ്. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് അയാളെ ഈ വെക്കേഷൻ അപ്പോൾ നമ്മൾ മാറ്റാനൊക്കെ ഉണ്ടെന്ന നിലയിൽ അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടുത്തെ ഇൻചാർജായിരുന്നു കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ. അപ്പം 30-ാം തീയതി അദ്ദേഹം രാവിലെ അവിടെ നിന്ന് പോകേണ്ടതാണ്. എന്നാൽ അദ്ദേഹത്തെ കൊണ്ടുവിട്ട പാസ്റ്ററും അവരുടെ കുടുംബം മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് ഇപ്പോൾ താമസിക്കാൻ വീടില്ല, അവരുടെ ആരുടെ ഒരു വീട് റിപ്പയർ ചെയ്യുകയാണ്, അതുകൊണ്ട് ഒരു 10-15 ദിവസം കൂടെ അവിടെ താമസിക്കാൻ അനുവദിക്കുമെന്ന് പറഞ്ഞ് താമസിക്കുക. അപ്പം ഇവൻ്റെ ആ ജോലിയിൽ നിന്ന് ഇവൻ ഓൾറെഡി ഔട്ടാണ്, കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുള്ളതുമാണ്. പക്ഷേ ഇവന് ഈ ജോലിയിൽ നിന്ന് നഷ്ടപ്പെടുന്നതുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. അവന് ഈ പിള്ളേരെ വിളിച്ച് ഒരു കുട്ടിയെ വിളിച്ചുകൊണ്ട് പോയിട്ട് അവൻ്റെ 500 രൂപ കാണാതെ പോയെന്നും പറഞ്ഞ് അവരെ ചോദ്യം ചെയ്യുകയും വിരട്ടാൻ വേണ്ടി കാലെ കെട്ടി എന്നാണ് പറയുന്നത്. അപ്പം വൈകിട്ട് 6:45 ഈ കാര്യം സംഭവിച്ചെങ്കിലും പിള്ളേർ ഇതൊന്നും റിപ്പോർട്ട് ചെയ്തില്ല. അവിടുത്തെ സ്റ്റാഫിനോടോ എന്നോടോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു വലിയ വിഷയമായിട്ട് അവിടെ സംഭവിക്കുകയോ പിള്ളേരെ കരച്ചിൽ കേൾക്കുകയോ ഒന്നും ചെയ്തില്ല. കൂടെയുള്ള പിള്ളേരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ വിവരം അറിഞ്ഞിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ വിരട്ടിയെന്നാണ് ആ പിള്ളേർ പറയുന്നത്. അപ്പം അത് കഴിഞ്ഞ് അന്ന് വൈകിട്ട് കുട്ടികളെ അവധിക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി അപ്പൻ വന്നു. ഈ സംഭവം കഴിഞ്ഞ് പിള്ളേർ ഫുഡൊക്കെ കഴിച്ച് വൈകിട്ടത്തെ ഫുഡ് 7 മണിക്ക് കഴിഞ്ഞിട്ട് 7 മണി കഴിഞ്ഞപ്പോഴും അപ്പം വന്നു. അപ്പൻ്റെ കൂടെ പോയി. അവിടെ ഇരുന്ന സ്റ്റാഫൊന്നും ഈ കാര്യങ്ങൾ ഇങ്ങനെ ഗൗരവമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞാണ് ഈ വിവരം ഇങ്ങനെ കേസായെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചപ്പോൾ ഇന്നതുപോലൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ സ്റ്റേഷനിൽ വന്നപ്പോഴാണ് ഇവിടുന്ന് കാര്യങ്ങളൊക്കെ ഇത്രയും മനസ്സിലാക്കി. ഇല്ല, അതിനപ്പുറം ഒന്നും ഇതിനകത്ത് കാര്യങ്ങൾ നടന്നിട്ടില്ല. യഥാർത്ഥത്തിൽ കെട്ടി തൂക്കിയൊന്നുമില്ല. ഇങ്ങനെ ഇപ്പം വിരട്ടി അവിടെ നിൽക്കുന്നുള്ള പിള്ളേരെല്ലാം ഉണ്ട്. അങ്ങനെ ഒരു വലിയൊരു സംഭവമായിട്ട് പിള്ളേർ പേടിക്കത്തക്ക നല്ലത്. പിള്ളേർക്കൊരു ഭയം ഉണ്ടായി. അതാണ് അപ്പനോട് റിപ്പോർട്ട് ചെയ്തത്. പിന്നെ അവർ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ഈ നിലയിലായി, പിന്നെ കേസ് കൊടുത്ത് ഈ നിലയിലായി എന്നുള്ളതാണ് കാര്യം. എന്താണ് നമ്മുടെ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ലിവിംഗ് വാട്ടേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി എന്ന് പറഞ്ഞൊരു ബൈബിൾ കോളേജ് ഉണ്ട്. അവിടെ ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതാണ് 2005. അപ്പോൾ അതുപോലെ തന്നെ ഈ കുട്ടികളുടെ ഹോം, അവിടെ നമ്മൾ CWCയുടെ പെർമിഷനോടുകൂടെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കാനും കാര്യങ്ങളും ഒക്കെ ആളുണ്ട്, എല്ലാം ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇങ്ങനൊരു സംഭവം ഇതിനകത്തുണ്ടായി. ആരുമില്ലാത്ത കുട്ടികളും നിവൃത്തിയില്ലാത്ത പിള്ളേരും അങ്ങനെയുള്ള കുട്ടികളെയാണ് നമ്മളവിടെ പഠിപ്പിക്കുന്നത്. ഇതുവരെ ഇങ്ങനൊരു പോലീസ് സ്റ്റേഷൻ നമ്മളിപ്പം 15 വർഷമായിട്ട് ഇങ്ങനെ ഈ സ്ഥാപനം നടത്തുന്ന ഇങ്ങനൊരു പരാതിയായിട്ട് സ്റ്റേഷനിൽ വരേണ്ടതായിട്ട് വന്നിട്ടില്ല. അത് കുറേ ശ്രദ്ധിച്ചാണ് കാര്യങ്ങൾ നടത്തുന്നത്. ഇങ്ങനെയുള്ള റൂമുകളിലൊക്കെ സ്വാഭാവികമായിട്ട് ഓരോ പ്രശ്നങ്ങളുണ്ടാകും. നമ്മൾ ഒത്തിരി കെയർഫുള്ളായിട്ടാണ് ചെയ്ത് അവിടെ എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കാൻ വേണ്ടി CCTV ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഓരോ സമയത്തും അത് ക്യാമറ ആയതുകൊണ്ട് പിക്ചർ എടുത്ത് നമുക്ക് ഉടനെ എൻ്റെ മൊബൈലിൽ വരും. ഞാൻ ശ്രദ്ധിക്കാറുള്ള പല കാര്യങ്ങളും. ഈ വ്യക്തിയെ അന്നേ പറഞ്ഞു വിട്ടതാ. പിന്നെ ഈ പുള്ളി ചോദിച്ച് താമസിച്ചോട്ടെ എന്ന് പറഞ്ഞ് വീട് റിപ്പയർ ചെയ്യുന്ന ഒരു മാനുഷിക പരിഗണനയിൽ നമ്മൾ അവിടെ നിർത്തിയതാണ്. ഇദ്ദേഹത്തിന്റെ പാസ്റ്റും മറ്റുള്ളവരും കൊണ്ടുവിട്ടവരും ഒക്കെ റിക്വസ്റ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് നിർത്തിയത്. അതുമാത്രമല്ല, ഇദ്ദേഹത്തിന്റെ വൈഫ് പ്രഗ്നന്റ് ആണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി മാനുഷിക പരിഗണനകൾ ഈ കാര്യത്തിൽ ഉണ്ടായത്. നമ്മൾ ഇങ്ങനൊരു കാര്യം സംഭവിക്കും നമ്മളും പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിന്റെ പേര് ലൈജു. ഞാൻ എൻ്റെ ഡയറക്ടറാണ്. എൻ്റെ പേര് പ്രിൻസ്. അല്ലല്ല, അവിടെ വെച്ച് തന്നെ മർദ്ദിച്ചു എന്നില്ല, അങ്ങനെ മർദ്ദിച്ചിട്ടൊന്നും ഇല്ല. യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഒന്ന് വിരട്ടാൻ വേണ്ടി ഇങ്ങനെ കാണിച്ചു. ഈ ഒരു സംഭവം അങ്ങനെ ചെയ്യേണ്ട രീതി അല്ല കാര്യങ്ങൾ. ഇങ്ങനൊരു കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ റിപ്പോർട്ട് ചെയ്യാണ് ഒരു സ്റ്റാഫ് ചെയ്യേണ്ട കാര്യങ്ങൾ. അതുപോലെ കുട്ടികളോ ഞങ്ങളോട് റിപ്പോർട്ട് ചെയ്തില്ല. അപ്പം പിന്നെ അത് കഴിഞ്ഞ് മാതാപിതാക്കളോട് അങ്ങ് പോയി. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് അത് ചോദിക്കാനോ അറിയാനോ ഒന്നും ഒരു സംഭവം കിട്ടിയിട്ടില്ല.